മുണ്ടക്കൈ ഉരുൾപൊട്ടലുണ്ടായി 2 മാസം പിന്നിട്ടും കേന്ദ്ര സഹായം അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് തിങ്കളാഴ്ച LDF നേതൃത്വത്തിൽ ദുരന്തബാധിതരുടെ സത്യാഗ്രഹം. കൽപ്പറ്റ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുൻപിൽ വി ശിവദാസൻ MP ഉദ്ഘാടനം ചെയ്യും. വിശദാംശങ്ങളുമായി അനൂപ് KR ചേരുന്നു. വയനാട്ടിൽ നിന്ന് അനൂപ്, നമുക്കറിയാം കേന്ദ്ര സഹായത്തിന്റെ യാതൊരുവിധ നടപടിയും ഇതുവരെയും ആയിട്ടില്ല. ഏതെങ്കിലും തരത്തിലുള്ള കേന്ദ്ര സഹായം ലഭിക്കുമെന്ന ഒരു ഉറപ്പും ഇതുവരെയും ലഭിച്ചിട്ടില്ല. ഈ ഒരു അവസരത്തിൽ തന്നെയാകണം ഇത്തരത്തിലൊരു സത്യാഗ്രഹത്തിലേക്ക് നീങ്ങാനുള്ള ഒരു സാഹചര്യം. മറ്റു വിശദാംശങ്ങൾ കൂടി. മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തെ ആകെ ബാധിച്ച ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായി 2 മാസം പിന്നിട്ടിട്ടും കേന്ദ്ര സഹായം അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് നാളെ LDF നേതൃത്വത്തിൽ ദുരന്തബാധിതർ ഉൾപ്പെടെ പങ്കെടുക്കുന്ന സത്യാഗ്രഹം LDF സംഘടിപ്പിച്ചിരിക്കുന്നത്. കൽപ്പറ്റ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ വി ശിവദാസൻ MP സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്യും. രാവിലെ 9 മണി മുതൽ പകൽ 1 മണി വരെയാണ് ഈ സത്യാഗ്രഹം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഉരുൾപൊട്ടൽ ദുരന്തബാധിതർ ഉൾപ്പെടെ 1000-ലേറെ പേർ ഈ സമരത്തിൽ പങ്കെടുക്കുമെന്നാണ് LDF അറിയിച്ചിരിക്കുന്നത്. ഇതിൽ ഉരുൾപൊട്ടൽ ദുരന്തബാധിതർ ഉൾപ്പെടും. പ്രത്യേകിച്ച് മുണ്ടക്കൈ, ചൂരൽമല, പുഞ്ചിരിമറ്റം തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്ന് മറ്റ് വിവിധ സ്ഥലങ്ങളിലേക്ക് താൽക്കാലികമായി പുനരധിവസിപ്പിച്ച ആളുകൾ ഉൾപ്പെടെ ഈ സമരത്തിൽ പങ്കെടുക്കും എന്നാണ് LDF അറിയിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരന്തബാധിത പ്രദേശങ്ങൾ നേരിട്ട് കണ്ട് പല വിധത്തിൽ ഈ ദുരന്തത്തിന്റെ ആഘാതം സംബന്ധിച്ച് വിലയിരുത്തലുകൾ നടത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടറേറ്റിൽ സംഘടിപ്പിച്ച യോഗത്തിലും അദ്ദേഹം പങ്കെടുത്തിരുന്നു. ഇതിനുശേഷവും അടിയന്തര സഹായം ഉണ്ടാവുമെന്ന് നിരവധി തവണ പ്രഖ്യാപിച്ചിട്ടും ഇതുവരെയും ഈ തരത്തിലുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. ജില്ലയെ വിവിധ രീതിയിൽ ഈ വിധം ഉള്ള ആവശ്യങ്ങൾ കേന്ദ്രത്തിന് മുന്നിൽ എത്തിയിട്ടും അവഗണിക്കുന്ന ഒരു നിലപാടാണ് കേന്ദ്രത്തിൻ്റെത്. ഇതിനെതിരെയാണ് ഈ ഒരു സത്യാഗ്രഹ സമരം എന്ന രീതിയിൽ ആദ്യഘട്ട സമരം LDF ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ആഗസ്റ്റ് 9-ന് കേന്ദ്ര സംഘം ദുരന്ത മേഖല സന്ദർശിച്ച് നഷ്ടത്തിന്റെ വ്യാപ്തി വിലയിരുത്തുകയും ഇത് സംബന്ധിച്ച് സംസ്ഥാനം കഴിഞ്ഞ ആഗസ്റ്റ് 17-ന് 1200 കോടിയുടെ ഒരു പ്രാഥമിക സഹായത്തിന് നിവേദനം നൽകുകയുമെല്ലാം ഇതിനിടെ ഉണ്ടായിരുന്നു. ഈ സംസ്ഥാനം ആ രീതിയിലുള്ളൊരു നിവേദനം കേന്ദ്രത്തിൽ സമർപ്പിക്കുകയെല്ലാം ചെയ്തതാണ്. ഈ ഘട്ടത്തിലും ഒരു സഹായം കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. അതേസമയം ജില്ലയിലുണ്ടായ ഈ ദുരന്തത്തിന് ശേഷം പ്രളയക്കെടുതികൾ നടന്ന വിവിധ സംസ്ഥാനങ്ങൾക്ക് വലിയ രീതിയിൽ ധനസഹായം നൽകുകയും ചെയ്തു. ഈ വിധത്തിൽ ഒരു വലിയ അവഗണന സംസ്ഥാനത്തോട് പുലർത്തുന്നതിൽ പ്രതിഷേധിച്ചാണ് ഈ സമരം LDF സംഘടിപ്പിച്ചിരിക്കുന്നത്. ഉടൻ ഈ വയനാടിനെ പ്രഖ്യാപിച്ച ധനസഹായം നൽകുക, അല്ലെങ്കിൽ ധനസഹായം പ്രഖ്യാപിക്കുക എന്നുള്ളൊരു ആവശ്യമാണ് സംസ്ഥാനത്തിനുള്ളത്. അതിന്റെ ഒരു പ്രകടനമായാണ് നാളെ ഒരു പ്രതിഷേധ സമരം ഈ രീതിയിൽ LDF വയനാട്ടിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. ജില്ലാ ഹെഡ് പോസ്റ്റ് ഓഫീസിലാണ് ഈ സമരം സംഘടിപ്പിച്ചിരിക്കുന്നത്. ശരി അനൂപ്, കേന്ദ്ര സഹായം അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച കൽപ്പറ്റയിൽ LDFന്റെ സത്യാഗ്രഹ സമരം ദുരന്തബാധിതരടക്കം തിങ്കളാഴ്ച നടക്കുന്ന സത്യാഗ്രഹ സമരത്തിൽ പങ്കെടുക്കും. KR അനൂപാണ് വയനാട്ടിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്.